ഹലോ എവരി വൺ, ഞാൻ ഇന്ന് ഒരു ബ്ലാക്ക് ടോപ്പിൽ ചുരിദാർ ടോപ്പിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫ്രീ ഹാൻഡായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. വൈറ്റ് ഇട്ട് പൂക്കൾ, സാധാരണ ഒരു പൂവ് വൈറ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിങ്ക് എടുത്തിട്ട് വൈറ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ പിങ്ക് എടുത്തിട്ട് ഒന്ന് പെയിൽ പിങ്ക് പോലെ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വൈറ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ ആയതുകൊണ്ട് നമുക്ക് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഓരോ പെറ്റലും ഓരോരോ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഫെയ്ഡായ കളറ്, അങ്ങനെ ഓരോരോ പെറ്റൽസും ഓരോ കളറായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഷെയ്ഡും ഒക്കെ കൊടുക്കണം. അതിന് ഈ പിങ്ക് ഡ്രൈ ആയതിന് ശേഷം ഒരു വൈറ്റ് ഷെയ്ഡ് ഓരോ പെറ്റലിൻ്റെയും ടിപ്പിൽ ഒന്ന് വൈറ്റ് ഷെയ്ഡ് കൊടുക്കും. ഒരു സൈഡിലായിട്ടൊക്കെ വൈറ്റ് ഷെയ്ഡ് കൊടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു വശത്ത് അല്ലെങ്കിൽ മിഡിൽ പോർഷനോ ടിപ്പിലോ എങ്ങനെ വേണമെങ്കിലും വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മിഡിലിൽ ഈ പൂമ്പൊടിക്ക് ബേൺസിയാന കൊടുത്തിട്ട് ബേൺസിയാനയുടെ ഒരു വട്ടം ബേൺസിയാനയായിട്ട് കൊടുത്തിട്ട് ബേൺസിയാനയുടെ മുകളിൽ ലെമണിലോ ലൈൻസ് ഇടണം. ലൈൻസ് ഇട്ടിട്ട് ലൈൻസിൻ്റെ ഓരോ അറ്റത്തും വൈറ്റ് ഡോട്ട്സ് കൊടുക്കണം. പൂമ്പൊടിക്കാണ്. നമുക്ക് ഇതിൽ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഫെയ്ഡായി പോവാതിരിക്കണമെങ്കിൽ ഒരു മീഡിയം 1 ചേർക്കണം. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പം ലെമൺ യെല്ലോയും അല്ലെങ്കിൽ ക്രോം യെല്ലോ ആയാലും മതി. സാപ്പ് ഗ്രീനും, ഇലയാണ് ഇപ്പോൾ അരയ്ക്കുന്നത്. ഇലയ്ക്ക് സാപ്പ് ഗ്രീൻ ഇട്ടിട്ട് 1 സൈഡ് സാപ്പ് ഗ്രീനും 1 സൈഡ് യെല്ലോയും കൊടുക്കണം. എന്നിട്ട് അതൊരു ലൈറ്റ് ഫെയ്ഡ് കളറായിട്ട് കൊടുക്കുമ്പോൾ ഡബിൾ ഷെയ്ഡായിട്ട് വരും. ഒരു സൈഡിലായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ, സാപ്പ് ഗ്രീൻ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ യെല്ലോ കൊടുത്താൽ ലൈറ്റ് ഗ്രീൻ ആവുള്ളൂ. ഇതാണ് ഫിനിഷ് ചെയ്ത ടോപ്പ്. ഫ്രീ ഹാൻഡ് ആയതുകൊണ്ട് സ്കാറ്റർ ചെയ്താണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് പൂക്കളായിട്ട് ഒരു ഫുൾ ടോപ്പിൽ.